അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം ലിസാനുൽ ഖുർആനിലെ 6ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. പൊതുവെ ലിസാനുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ വലിയൊരു ഭയത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് പലപ്പോഴും നമ്മൾ ലിസാനെ കാണാറുള്ളത്. എന്നാൽ ചെറിയ ചെറിയ ടിപ്സുകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ ലൈഫിൽ നമുക്കത് ഉപകാരമാവും എന്ന് മാത്രമല്ല ലിസാനുൽ ഖുർആൻ പഠനം നമുക്ക് എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള ഒരു ഹേതുവാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എലമെൻറ്റ് പഠിക്കുന്നുണ്ട്. നമ്മൾ ഭാവിയിൽ പഠിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മേശയുടെ മുകളിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ, നമ്മൾ പറയുന്നത് കിളി മരത്തിൻ്റെ മുകളിലുള്ളത്, കിളിക്കൂട് എവിടെ, അത് മരത്തിൻ്റെ മുകളിലാണ്. അല്ലെങ്കിൽ ക്ലോക്ക് എവിടെ, അത് ചുമരിലാണ്. പേന എവിടെ, അത് ബാഗിലാണ് എന്നൊക്കെ പറയാൻ, അങ്ങനെ അത്തരത്തിൽ പറയാൻ ഉപയോഗിക്കുന്ന വാചകങ്ങൾ, അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. രണ്ട് അത്തരം വാചകങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാചകങ്ങളാണ്. ഒന്ന് ഫീ, 2 അല. നമ്മളെപ്പോഴും പറയുന്നതാണ് ഇൽ എന്നുള്ള അർത്ഥം വരുന്നതാണ് ഫീ. എന്തോ ഒരു സാധനത്തിൽ എന്നുള്ള ഇൻ എന്നുള്ള ഇംഗ്ലീഷിലെ ഇന്നിൻ്റെ മീനിങ് ആണ് ഫീ. എന്തോ ഒന്നിൻ്റെ ഉള്ളിലാണെന്ന് പറയാൻ പറയുന്നത്, അല്ലെങ്കിൽ എന്തോ ഒന്നിലാണ്. ഇപ്പോൾ പെന്ന് പോക്കറ്റിലാണ്, അല്ലെങ്കിൽ പുസ്തകം ബാഗിലാണ്, ഒക്കെ ഒരു ഇൻ എന്നുള്ളൊരു അർത്ഥം വരുന്നതാണ്. അടുത്തത് അലയാണ്. അല എന്ന് പറഞ്ഞാൽ ഓൺ ആണ്. പുസ്തകം ടേബിളിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ പിന്നെ തൊപ്പി തലയിലാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 വാചകങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്ക് പെട്ടെന്ന് പാഠത്തിലേക്ക് കിടക്കാം. ഓക്കെ. 1 ഫി സെല്ലത്തി മാഞ്ച, കൊട്ടയിൽ മാങ്ങയാണ്. കൊട്ടയിൽ ഫി വന്നതുകൊണ്ട് കൊട്ടയിൽ മാങ്ങയാണ്. ഫിൽ ജൈബി കലമുൻ, കീശയിൽ പേനയാണ്. ഫി സയ്യാറത്തി സവ്വാക്കുൻ, കാറിൽ ഡ്രൈവറുണ്ട്, അല്ലെങ്കിൽ കാറിൽ ഡ്രൈവറുണ്ട്. ഫി. പിന്നെ അല ഷജറത്തി, ഇനി അടുത്തത് അല ഷജറത്തി ബബവാഉൻ, മരത്തിൻ്റെ മുകളിൽ ആരുണ്ട്, തത്തയുണ്ട്. ഓൺ. അല ത്വാവിലത്തി ബിത്തീഹുൻ, വാട്ടർ മെലോൺ മേശയുടെ മുകളിലാണ്. അല റസി കലൻ സൂവത്തുൻ, തലയിൽ അല്ലെങ്കിൽ തലയുടെ മുകളിൽ തൊപ്പിയാണ്. ഓക്കെ, തലയുടെ മുകളിൽ തൊപ്പിയാണ്. ഇത്തരം വാചകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള പാഠമാണ്, നിങ്ങൾ വായിച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് അതിനെ കുറച്ച് ഉദാഹരണങ്ങൾ വായിച്ച് നോക്കാം. ഫി ബൈത്തി ദർറാജത്തുൻ, ബൈത്ത് ദർറാജത്ത് എന്ന് പറഞ്ഞാൽ വീടും ബൈക്കും ആയിട്ടേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ ബൈക്ക് ഉണ്ടെന്ന് പറയണേ നമുക്ക് എന്ത് കൊടുക്കണം, ഈ ഫി തുടക്കത്തിൽ ഇട്ട് കൊടുക്കണം. ഫി വന്നു കഴിഞ്ഞാൽ ശേഷം വരുന്ന വാചകത്തിന് കെസറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫി ബൈത്തി ദർറാജത്തുൻ, എൻ്റെ വീട്ടിൽ സൈക്കിളുണ്ട്. ഫിൽ മദ്രസത്തി അസ്ദിഖാഉൻ, മദ്രസയിൽ കൂട്ടുകാരുണ്ട്. ഓക്കെ. അല യദി കെസറാണ്. അല യദി സാഅത്തുൻ, എൻ്റെ കയ്യിൻ്റെ മുകളിൽ, കൈമേൽ എന്തുണ്ട്, വാച്ചുണ്ട്. അല റസി കലൻ സുവത്തുൻ, എൻ്റെ തലയുടെ മുകളിൽ എന്തുണ്ട്, തൊപ്പിയുണ്ട്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കുക, അല വന്നാൽ ശേഷം വരുന്ന വാചകത്തിന് കെസറായിരിക്കും. പിന്നെ ഈ വരുന്ന വാചകങ്ങളൊക്കെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലായിരിക്കും വരിക. റെഡിയാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉദാഹരണങ്ങൾ പഠിക്കാം. ഇവിടെ കൊട്ടയുണ്ട്, പഴമുണ്ട്. കൊട്ടയുടെ ഉള്ളിലാണ് പഴം വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പറയാം, ഫി സെല്ലത്തി, കൊട്ടയുടെ ഉള്ളിൽ മൗസുൻ, പഴമുണ്ട്. ഇവിടെ ടേബിളിൻ്റെ മുകളിലാണ് പപ്പായ വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പറയാം, അല ത്വാവിലത്തി, മേശയുടെ മുകളിൽ ബബായ, പപ്പായുണ്ട്. ഇവിടെ പുസ്തകങ്ങൾ കാണാൻ പറ്റുമോ എന്നറിയില്ല, ഞാൻ കാണുന്നുണ്ട്. പുസ്തകങ്ങളുണ്ട്, അതെവിടെയാണ്, ബാഗിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എങ്ങനെ പറയും, ഉള്ളിലാണെങ്കിൽ ഫിൽ ഹക്കീബത്തി, ബാഗിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, കിതാബുണ്ട്. ഇവിടെ പാരറ്റ് മരത്തിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ എന്ത് പറയും, അല ഷജറത്തി, മരത്തിൻ്റെ മുകളിൽ ആരുണ്ട്, ബബവാഉൻ, തത്തയുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പാഠമാണ്.